എൻ്റെ പേര് ആഗ്നസ് മോണിസോസ. ഞാൻ സെയിൻറ്റ് ജോസഫ്സ് പബ്ലിക് സ്കൂളിലാണ് 10th വരെ പഠിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റിയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വർഷം 10th എന്ന് പറഞ്ഞാൽ ഞാൻ സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത് ആണ് ഞാൻ പഠിച്ചിരുന്നത്. എനിക്ക് ഒരു ഡെയിലി ഹോളി മാസ് റൊട്ടീൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 കുർബാനയ്ക്ക് ഞാൻ പോയിരുന്നു. ആ ഒരു ഡിവൈൻ പ്രസൻസ് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ രാവിലെ പഠിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ ഇതുപോലെ പള്ളിയിൽ പോയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. രാവിലെ ഞാൻ പഠിക്കുന്നതിന് അധികം സമയം സ്പെൻഡ് ചെയ്തിരുന്നില്ല, പക്ഷേ രാത്രി ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ മഠാധ്യാപകരുടെയും ഒരു വലിയ ഇൻഫ്ലുവൻസ് തന്നെയുണ്ട് സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിൽ. അവരാണ് എന്നെ എൻകറേജ് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇതുപോലെ പ്രാർത്ഥനയിലൂടെ എനിക്ക് എൻ്റെ പരീക്ഷയോടുള്ള ഭയവും അതുപോലെ തന്നെ ഭയം മാറി കിട്ടുകയും പരീക്ഷ എഴുതാനൊക്കെ ഒരു കോൺഫിഡൻസും എൻ്റെ കൂടെ ആരോ ഉള്ള ഒരു ഫീലിങ്ങും എനിക്ക് കിട്ടിയിരുന്നു. പ്രാർത്ഥനയിലൂടെ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഈ ഒരു സമയം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ വരാനും മറ്റൊക്കെ എൻകറേജ് ചെയ്തത് എൻ്റെ ഇടവക വികാരി ഫാദർ മൈക്കിൾ ഡിക്രൂസ് അച്ഛനാണ്. അച്ഛൻ ആദ്യം ഞാൻ പള്ളിയിൽ വരാൻ വേണ്ടി എന്നോട് പറഞ്ഞു. പിന്നീട് ഞാൻ സങ്കീർത്തനം പാടുന്നതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എന്നോട് ഡെയിലി മാസിൻ്റെ കൊയറിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാടാൻ വേണ്ടി അതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പാടാൻ പോകുമായിരുന്നു. ദൈവത്തിന് വേണ്ടി കഴിവുകളൊക്കെ വിനിയോഗിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അതൊക്കെ എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായി. അങ്ങനെയാണ് ഈ ഒരു വർഷം എനിക്ക് കാര്യമായിട്ടുള്ള ടെൻഷനോ ഭയമോ ഒന്നുമില്ലാതെ തന്നെ 500-500 എന്ന ഒരു പെർഫെക്റ്റ് സ്കോർ നേടിയെടുക്കാൻ പറ്റിയത്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ദൈവം എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഇതാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു ദൈവകൃപയാൽ, പക്ഷേ ഫുൾ മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഒരു അധ്യയന വർഷത്തിൽ എൻ്റെ സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും എനിക്ക് വളരെയധികം സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂള് സെയിൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ഞാറക്കൽ CMI സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളാണ്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് മോർണിംഗ് പ്രെയർ സെഷൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുർബാനയും സ്കൂളിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരെയും സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ടീച്ചേഴ്സിനും ഓരോ കുട്ടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് വളരെയധികം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ ദിവസവും പരീക്ഷ എഴുതുന്നതിന് മുൻപായി സ്കൂളിലെ ചാപ്പലിൽ അരമണിക്കൂർ പ്രാർത്ഥനയിലും സൈലൻസിലും ഒന്ന് ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ക്ലാസ്സിലെ എല്ലാവർക്കും നല്ല വിജയം തന്നെയാണ് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഒരു മെയിൻ കാരണം ഞങ്ങളുടെ സ്കൂളും ഫോക്കസ് ചെയ്ത എൻകറേജ് ചെയ്ത ഒരു പ്രെയർ ലൈഫ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം സ്നേഹിക്കുന്ന ടീച്ചേഴ്സും ഫാക്കൽറ്റീസുമായിരുന്നു സെയിൻറ്റ് ജോസഫ്സിൽ. എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ എന്നെ വളരെയധികം മോട്ടിവേറ്റും എൻകറേജും ചെയ്ത വ്യക്തികളായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും എന്നെ പ്രഷറൈസ് ചെയ്തിട്ടില്ല. അവരുടെ സപ്പോർട്ടും ആ ഒരു താങ്ങുമാണ് എന്നെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ആളായിരുന്നു. 10ാം ക്ലാസ് എന്നതിൻ്റെ പേരിൽ ഒരു കാര്യത്തിലും ഞാൻ മാറി നിന്നിട്ടില്ല. മാറി നിൽക്കാൻ എന്നോട് എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. ഞാൻ എൻ്റെ ഹോബീസ് ഇതൊക്കെയാണ്. ഞാൻ ഡാൻസ് ചെയ്യും. അതുപോലെ തന്നെ സ്കൂളിലുള്ള മിക്ക പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. കലോത്സവങ്ങളിലായാലും essay റൈറ്റിംഗ്, സ്റ്റോറി റൈറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ വളരെയധികം ആക്റ്റീവായിരുന്നു. പാട്ട് പാടും.
ഞാൻ പാട്ട് പാടുന്ന ഒരാൾ കൂടിയാണ്. എല്ലാ ദിവസവും ഇപ്പോൾ പള്ളിയിൽ പാട്ട് അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഞാൻ പാടാറുണ്ട്. എൻ്റെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കാറുണ്ട്. അതിരൂപത ലെവലിലൊക്കെ നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷൻസിലും ഒക്കെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടോടെ ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ 10ാം ക്ലാസ് എന്നതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല. എൻ്റെ കഴിവ് എല്ലാ ദൈവത്തിന് വേണ്ടിയും ഒക്കെ വിനിയോഗിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് എനിക്ക് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വർഷം മുൻപ് വരാപ്പുഴ അതിരൂപതയിലെ കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ബൈബിൾ ക്വിസിൽ എനിക്ക് 2 വർഷം കോൺസിക്യൂട്ടീവായിട്ട് ഫസ്റ്റ് പ്രൈസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വർഷം കിട്ടിയ പ്രൈസ് വെച്ചിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടി വിശുദ്ധനാട് സന്ദർശിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതൊരു ദൈവാനുഭവം നിറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു. വളരെയധികം മെമ്മറീസ് ഉണ്ടാക്കാനും ദൈവവുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിന് ഫാദർ വിൻസെൻ്റ് നടുവിലപ്പറമ്പിൽ ഇപ്പോഴത്തെ മതബോധന കമ്മീഷൻ ഡയറക്ടർ കൂടിയായ ഫാദറിനെ പ്രത്യേകം നന്ദി പറയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ എൻ്റെ അംബീഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ +2 ബയോമാത്സ് എടുത്ത് JEE എഴുതാനാണ് എൻ്റെ ഒരു പ്ലാൻ. അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസും നോക്കാനും താല്പര്യമുണ്ട്. എൻ്റെ പേര് ബോണി ബോസ് സോസ. ഞാൻ ആഗ്നസിൻ്റെ ഡാഡിയാണ്. ഞാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ചെയ്യുന്നു. ആഗ്നസിൻ്റെ ഇപ്പോഴത്തെ ഈ അച്ചീവ്മെൻറ്റിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. ആഗ്നസിൻ്റെ പഠന ഷെഡ്യൂൾ സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നില്ല. വൈഫാണെന്നുണ്ടെങ്കിൽ ജോലി അങ്ങനെ തിരക്കുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ട്യൂഷൻ വെക്കണോ വേണ്ടതെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. നാട്ടുനടപ്പാണല്ലോ. പക്ഷേ ആഗ്നസ് ഇത്രയും നാളും അത് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ട്യൂഷൻ ഇല്ലാതെ പഠിച്ച ഒരാളാണ്. അപ്പോൾ പോസ്റ്റ് കോവിഡ് ഏരിയ ടൈം തൊട്ട് ആൾ ഓൺലൈനിൽ പഠിക്കാനും നോക്കി. അപ്പോൾ ഓൺലൈൻ കണ്ടൻസും ആളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് നാട്ടുനടപ്പ് അനുസരിച്ചൊരു ട്യൂഷൻ വെക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ പുള്ളിക്കാരത്തി അത് വേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം അത് അയാളുടെ പഠന സ്റ്റൈലിനെ അല്ലെങ്കിൽ അതിനെ കുറച്ച് ലാഗ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. അതുപോലെ ഷീസ് എ വെരി ക്വിക്ക് ലേണർ. ആഗ്നസ് ബോണി സോസ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. ആൾക്ക് 500 ഔട്ട് ഓഫ് 500 കിട്ടിയത് ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാമിന്. ഭയങ്കര ഇൻ്റലിജൻറ്റും സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. മാത്രമല്ല ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡീപ്പായിട്ട്, ഇപ്പോൾ ഓരോ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഓരോ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി ഭയങ്കര ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ്, അതെല്ലാ ടീച്ചേഴ്സിനോടും ചോദിച്ചറിഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഷീ ഈസ് വെരി കൺസിസ്റ്റൻ്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അങ്ങനത്തെ ഒരു കുട്ടിയും കൂടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സെയിൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ അത് അഭിമാനിക്കാവുന്നൊരു നേട്ടവും കൂടിയാണ്. പിന്നെ ഞങ്ങളുടെ സിസ്റ്റർ പ്രിൻസിപ്പാള് സിസ്റ്റർ നോയൽ റോസ്, ആളും അത് ഈ കുട്ടികളുടെ ഇതിന് വേണ്ടി അവരുടെ മുന്നോട്ടുള്ള ഓരോ എക്സാംസും, മോഡൽ എക്സാം ആണെങ്കിലും എല്ലാതാണെങ്കിലും അതിനെക്കുറിച്ച് ഓരോന്നിനെയും കുറിച്ച് നല്ലപോലെ ഓരോ കുട്ടികളുടെയും പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രിൻസിപ്പാളും ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആഗ്നസിന് ഇങ്ങനെ കിട്ടിയതിൽ. ആ കുട്ടിക്കുള്ള കഴിവുകൾ ബാക്കി പാട്ട് പാടുന്നതിലും ബാക്കി എന്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ആൾ ഭയങ്കര എൻഗേജ്ഡാണ്. ആളല്ലാണ്ട് മാറി നിൽക്കുന്ന ആളൊന്നുമല്ല, എല്ലാത്തിലും ആൾ എൻഗേജ്ഡാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ ലീഡറായിരുന്നു. കഴിഞ്ഞ വർഷം സ്കൂൾ ലീഡറായിരുന്നു. ഈ പ്രാവശ്യം സ്പോർട്സിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ആ കുട്ടി ഇങ്ങനെ നല്ല പെർഫോം ചെയ്യാൻ കഴിവുള്ളൊരു കുട്ടിയാണ്.